അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമാദരണീയരായ സയ്യിദന്മാർ, ബഹുവന്യരായ പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രഗൽഭ വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാർ, നെല്ലിക്കട്ട എന്ന ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും വക നൽകുന്നുണ്ട് ഈ ഒരു സംഗമം. നമ്മുടെ സംഗമങ്ങളും സംഘം ചേരലുമൊക്കെയും അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നെല്ലിക്കട്ട എന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തിന്റെ പരമ്പരാഗത വിശ്വാസങ്ങളെ നെഞ്ചോട് ചേർത്തവരാണ്. കേരള മുസ്ലിം ജമാഅത്തിന്റെയും SSFന്റെയും SYSന്റെയും കർമ്മധീരരായ പ്രവർത്തകന്മാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയും സാധാരണക്കാരായ കുടുംബക്കാർക്ക് കിണർ നിർമ്മിച്ചു നൽകിയും എല്ലാ റമളാനിലും സാധുക്കളായ ഒരുപാട് വീടുകളിലേക്ക്, പാവങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നൽകിയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങാവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 4 പതിറ്റാണ്ട് കൊണ്ട് 400 വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് 23 സംസ്ഥാനങ്ങളിൽ ശക്തമായ സംഘടനാ സംവിധാനത്തോടുകൂടി ഇന്ന് SSF എന്ന മഹത്തായ പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ആ പ്രവർത്തനത്തിന്റെ ഫലമായി ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും ഉപകരിക്കുന്ന ഒരു പറ്റം യുവരക്തങ്ങളെ വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഇന്നിന്റെ തെരുവോരങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ മക്കള് ലഹരിയുടെ പുതിയ മാധ്യമങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തില് അധർമ്മത്തിന്റെ വിത്ത് പാകാൻ ശ്രമിക്കുമ്പോ നമ്മുടെ പ്രദേശത്തിന്റെ മേഖലകളെ മുഴുവനും അധാർമികതയുടെ കരാള അസ്തങ്ങളിൽ പിടഞ്ഞു നിൽക്കുമ്പോ ഡിങ്കോയിസത്തിന്റെ വക്താക്കളാവാനല്ല, ചെകുത്താന്റെ സന്തതികളാവാനല്ല, സാത്താനെ പ്രണയിക്കുന്ന മക്കളാവാനല്ല, മറിച്ച് സെൽഫി ഭ്രമം പിടിച്ച് ന്യൂജൻ പേക്കൂത്തുകളാവാനല്ല. നമ്മുടെ മക്കള് നാളേക്ക് ഉപകരിക്കുന്ന മക്കളാവണം. നാളെ ഞാനും നിങ്ങളുമെന്ന് മരിച്ചു കിടന്നാൽ നമ്മുടെ ചാരത്ത് വന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സദീഖി എന്ന് പറയുന്ന കൂട്ടുകാർ വേണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഉമ്മി യാ ഹബി എന്ന് പറയുന്ന മക്കൾ നമുക്ക് വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ മനസ്സിൽ നന്മയുടെ തീനാളങ്ങൾ ഉയർന്നു കത്തണം. പട്ടണയോരങ്ങൾ നുരഞ്ഞു പൊന്തുന്ന മദ്യകഷകങ്ങൾ കയ്യിൽ പിടിച്ച് ആർത്തട്ടഹസിച്ച് ഉല്ലസിച്ച് വെമ്പൽ കൊള്ളുന്ന ന്യൂജൻ സമൂഹത്തിൽ നിന്ന്, അവർക്കിടയിൽ നിന്ന് മാറിയിട്ട് അധർമ്മത്തിനെതിരെ ധാർമ്മിക വിപ്ലവം മുഴക്കാൻ SSF എന്ന മഹത്തായ പ്രസ്ഥാനം ഈ നാട്ടിന് ആവശ്യമാണ്, ഈ സമൂഹത്തിന് ആവശ്യമാണ്, ഈ സമുദായത്തിന് ആവശ്യമാണ്, ഈ രാജ്യത്തിന് ആവശ്യമാണ്. ആ കുഞ്ഞു കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് നാടിന്റെ ഉമറാക്കളാണ്. നാടിന്റെ ഉമറാക്കൾ പിറകോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സമുദായം ഏറ്റവും വലിയ മുസീബത്തിൽ വന്നു ചേരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമറാക്കളോട്, രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കള് നാളെയുടെ വാഗ്ദാനങ്ങളായി മാറണം. നിങ്ങളുടെ മക്കള് നാളെയുടെ വാഗ്ദാനങ്ങളായി മാറണം. നിങ്ങളുടെ മക്കള് നാളെ സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി മാറാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങള് SSF എന്ന കുട്ടികൾക്ക്, ആ മഹത്തായ പ്രസ്ഥാനത്തിന്, ആ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് നിങ്ങളാണ്. ഇന്നിന്റെ മലീമിസമായ ചുറ്റുപാടുകൾ നമുക്ക് പാഠമാവണം. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് പറയണം, എന്ത് എഴുതണം എന്നൊക്കെ ഭരണകർത്താക്കന്മാരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും കോടതി മുഖേന ജനാധിപത്യ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിയിട്ട് നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ കരങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോ
ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ജനാധിപത്യ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും കാത്തു സൂക്ഷിക്കാൻ ഒരു പറ്റം യുവാക്കളെ വാർത്തെടുക്കേണ്ടത് നാടിന്റെ നന്മയ്ക്ക് നല്ലതാണ്. ഒരു കാര്യം വേദനയോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാടുകളിൽ ഈ അടുത്തായി ഒരുപാട് സലഫി ആശയക്കാർ തലപൊക്കിയിട്ടുണ്ട്. അത്തരക്കാരെ ലോകരാജ്യങ്ങൾക്കിടയിൽ അവരെയൊക്കെ പുച്ഛത്തോടെ കാണുകയാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളുടെ മുഖം മൂടി അണിഞ്ഞിട്ട് സലഫി ആശയങ്ങളും ഭീകരവാദ ആശയങ്ങളും ഈ സമൂഹത്തിന് ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ അവർ പ്രവർത്തിച്ചപ്പോ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാടുകളിലും ഇത്തരക്കാര് കടന്നു വരുമ്പോ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ നാടുകളിൽ നിങ്ങൾക്ക് മസ്ഹലാപരമായി, ആശയപരമായി, ആദർശപരമായ സംശയങ്ങളാണ് ഇത്രയും ഒരു പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഈ നെല്ലിക്കറ്റയുടെ ജുമാ മസ്ജിദിൽ മാത്രം 1 ഡസനോളം വരുന്ന പണ്ഡിതന്മാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. പോരാ, നമ്മുടെ നാടുകളിൽ ഈ നെല്ലിക്കറ്റ പ്രദേശത്ത് മാത്രമല്ല ചുറ്റുപാടുകളിലുമായി ഒരുപാട് അഹ്ലു സുന്നത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച ഒരുപാട് പണ്ഡിതന്മാർ, സഖാഫികള്, സഹദികള്, ഇമമികള്, അങ്ങനെ തുടങ്ങിയിട്ട് നഈമിമാര്, അഹ്സനിമാർ തുടങ്ങി 100 കണക്കിന് ആലിമീങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അവരെ ഒന്ന് ചെന്ന് പോയി കണ്ട് നിങ്ങളുടെ മസ്അലാപരമായ സംശയങ്ങൾക്ക് നിങ്ങൾ ആ സംശയം നിറവേറ്റുന്നതിന് പകരം ഇവിടെ പുത്തനാശയങ്ങളുമായി മുന്നോട്ട് വരുമ്പോ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ നെല്ലിക്കട്ട എന്ന ഈ മസ്ജിദ്, ആറാട്ടുംകടവ് ജുമാ മസ്ജിദ്, പൈക്ക ജുമാ മസ്ജിദ് അടക്കം കാലങ്ങളായി ഒരുപാട് കാലം ഈ ലോകത്ത് ഇവിടെ നിലനിൽക്കുന്ന ഈ മസ്ജിദിന്റെ പരിസരത്തേക്കൊന്ന് വരണം. അവിടെ കാണാം, നിങ്ങളുടെ ഉമ്മാമ്മമാരെ കാണാം, നിങ്ങളുടെ ഉപ്പൂപ്പയെ കാണാം, നിങ്ങളുടെ ബാപ്പയെ കാണാം, നിങ്ങളുടെ ഉമ്മയെ കാണാം. മാതാപിതാക്കളെ മുഴുവനും തള്ളിപ്പറഞ്ഞിട്ട് സുന്നി ആശയത്തിനോട് എതിര് നിങ്ങൾ കൽപ്പിക്കുമ്പോ നിങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ നാടിനൊരു മൂല്യമുണ്ട്. അറിയില്ലേ, നമുക്ക് ഈ മസ്ജിദിൽ ഒരുപാട് കാലം സേവനം ചെയ്ത നമ്മുടെ അബ്ബാസ് ഉസ്താദ് നമ്മൾ മരണപ്പെട്ടു പോയിട്ട് ഇന്ന് എതിർത്തോട് ജുമാ മസ്ജിദിൽ ഇറങ്ങുന്ന മഹാനവർകളെ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങള്, ആറാട്ടുംകടവ് ജുമാ മസ്ജിദിൽ ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ചെടേക്കാൽ ഉസ്താദ് അടക്കം വലിയ വലിയ മഹാന്മാർ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്, അതുപോലെ ഈ പള്ളിക്ക് ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ച ഹാമൂ സാഹിബിനെ പോലെയുള്ള വലിയ വലിയ ഉമറാക്കള് ഈ നാടില് ദീനിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. ആ കഷ്ടപ്പാടുകളൊക്കെ മുഴുവനും മതിമറന്നിട്ട് ഇന്നിന്റെ കാലങ്ങളിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വന്നിട്ട് അവിടെ അതില്ല ഇവിടെ ഇതില്ല എന്ന് പറഞ്ഞ് പുത്തനാശയവുമായി കടന്നു വരുമ്പോ എന്റെ നാട്ടിൽ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും ആശയങ്ങളോട് സന്ധിയില്ലാ സമരം നടത്താൻ ഓരോ നാട്ടുകാരും തയ്യാറാവണം. അല്ലാതെ ലഹരിയിൽ അടിമപ്പെട്ട വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാറില്ല. ഞങ്ങളെ പോലെയുള്ള സാധുക്കളായ വിദ്യാർത്ഥികൾ മാസം തോറും സലാത്ത് മജ്ലിസ് നടത്തുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഹ്ലു സുന്നത്തിന്റെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കുമ്പോ എതിർപ്പുമായി വരുന്നവരെ നിങ്ങളോട് ഞങ്ങൾക്ക് വളരെയധികം വേദനയോട് കൂടി പറയട്ടെ, ഇത്രയും കാര്യങ്ങളിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് വന്ന സലഫി ആശയക്കാരെ എതിർക്കുന്നതിന് പകരം ഞങ്ങളെ എതിർപ്പുമായി മുന്നോട്ട് വരുന്നവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ വേദി ഇന്ന് പൈക്കമ്മണവാട്ടി ജുമാ മസ്ജിദിന്റെ സിയാറത്തോട് കൂടിയാണ് ആരംഭം കുറിച്ചത്. നമ്മുടെ നാട്ടുകാരനായ അമാനി ഉസ്താദ് നേതൃത്വം നൽകിയ ആ സിയാറത്തിന് ശേഷം ഇവിടെ പതാക ഉയർത്തിയ വടകര മുഹമ്മദ് ഹാജി, രണ്ടുപേർക്കും ആർത്തവമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട UPS തങ്ങൾ, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന UPS തങ്ങൾ അർലെടുക്ക 2 മഹത്തുക്കളായ സയ്യിദന്മാർ, മാഷാ അല്ലാഹ്, നമ്മുടെ നാടിന് അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്.
നമ്മുടെ നാടിന് അഹങ്കാരത്തോടു കൂടി പറയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ ഏത് നിമിഷവും അവിടെ പോയി നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്വീകരിച്ചിരുത്തിയിട്ട് നമ്മൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന മഹത്തുക്കളായ സയ്യിദന്മാർ അല്ലാഹു സുബ്ഹാനഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ഇസ്സത്തും ഇമ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുകയാണ്. ഈ മഹത്തായ വേദി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദ് കല്ലക്കട്ട തങ്ങളാണ്. മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ പ്രസിഡന്റ്, നമ്മുടെ നാട്ടുകാരൻ, നമുക്ക് ഏത് സമയത്തും പോയി ചെന്ന് കണ്ട് കാണാൻ പറ്റുന്ന വലിയൊരു നേതൃത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ഇസ്സത്തും ഇമ്മത്തും നൽകട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. ഇവിടെ പ്രാരംഭ പ്രഭാഷണം നടത്തിയ അഷ്റഫ് ജൗഹരി എരുമാട് ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്. റഫീഖ് സൈദി ദേലമ്പാടി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് പ്രഭാഷകന്മാർ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടിലേക്ക് എത്തിച്ചേരുന്ന നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ബയാറ് തങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് കടന്നു വരും. മഹാനവറുകളുടെ ഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ഇസ്സത്തും ഇമ്മത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു തആല രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ സെക്രട്ടറി, എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, സഹദിയയുടെ മാനേജർ, സഹദിയ യതീംഖാനയുടെ മാനേജർ, ഒരുപാട് കാലം അവരുടെ തണലിലാണ് ഞാൻ വളർന്നത്. ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലെ ഓർഫനേജ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ആർത്തവമായി സ്വാഗതം ചെയ്യുന്നു. ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മഹലിന്റെ കരുത്തനായ സാരഥി അബ്ദുൽ ഖാദർ സാഹിബ്, മുസ്ലിം ലീഗ് പ്രതിനിധി ഇബ്രാഹിം സാഹിബ്, CPIM പ്രതിനിധിയായ അബ്ദുൽ റഹ്മാൻ ധന്യവാദ്, സോൺ പ്രസിഡന്റ് SYS സോൺ പ്രസിഡന്റ് AK സക്കാഫി കന്യാന, അബൂബക്കർ സഹദി നക്രാജ്, MP ഫൈസി നക്രാജ്, മറ്റു ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ പറയാൻ നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടും ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ പ്രസംഗിക്കാനുള്ളത് കൊണ്ടും ഞാൻ ചുരുക്കുന്നു. നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും മുഴുവൻ യൂണിറ്റ്, സോൺ, സെക്ടർ, ജില്ലാ ഭാരവാഹികൾ എല്ലാവരെയും മറ്റു മുസ്ലിമീങ്ങളെയും നമ്മുടെ നല്ലവരായ നാട്ടുകാരെയും അയൽ നാട്ടുകളിൽ നിന്നെത്തിച്ചേർന്ന എല്ലാ ഭാരവാഹികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാ വസിയത്തോടു കൂടി നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.